കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ നടന്ന ഉത്സവത്തിൽ ചാണ്ടി ഉമ്മന്റെ ഒരു അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഒരു ഡാൻസ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള കമന്റുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നത്. ചില ആളുകൾ പറയുന്നത് ഇലക്ഷൻ അടുത്തിൽ ഇനിയിപ്പോൾ ഇതൊക്കെ കാണും, ഇതല്ല ഇതിനപ്പുറവും പ്രഹസനങ്ങൾ ഇനിയും കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ പുതുപ്പള്ളിക്കാർ പറയുന്നത് അവരുടെ ചാണ്ടിയമ്മ ഇതിനു മുൻപും പലപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ഉത്സവങ്ങളിലും ജാതിമത ഭേദമന്യേ അദ്ദേഹം ഇത്തരത്തിൽ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ടിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആഘോഷങ്ങളിൽ സന്തോഷപൂർവ്വം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള വെറും പ്രഹസനം മാത്രമാണോ ചാണ്ടിയമ്മൻ കാണിക്കുന്നത്? അത് പറയുന്നത് പുതുപ്പള്ളിക്കാരല്ലേ, ഇങ്ങനെ ഒരു ഇത് പ്രഹസനമാണോ അതോ ശരിക്കും ചാണ്ടിയമ്മൻ ഇങ്ങനെയാണോ എന്നുള്ളത് പുതുപ്പള്ളിക്കാരുടെ തന്നെയാണ്, അവർ തന്നെയാണ് പറയേണ്ടത്. ഇതൊരു ഉത്സവപ്പറമ്പിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഒരു കഴിഞ്ഞ ദിവസമാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല വ്യൂസ് പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് കമന്റുകളുണ്ട്. ഇതിൽ എതിർ അഭിപ്രായമുള്ള ആൾക്കാരാണ് ബാഡ് കമന്റുകൾ ഇടുന്നത്. ചാണ്ടിയമ്മൻ വളരെ പ്രഹസനം കാണിക്കുകയാണ്. അത് ചിലപ്പോ നമ്മുടെ സങ്കല്പത്തിൽ ഒരു MLA എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പിൽ തുള്ളുന്ന അല്ലെങ്കിൽ യുവജനങ്ങളോടൊപ്പം ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരാളല്ലല്ലോ. നമ്മുടെ സിനിമകളിലാണെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന MLA-മാരാണെങ്കിലും ഓടിപ്പിടിച്ചു പോകുന്നു. കുറെ ഈ കൂടെയുള്ള അസിസ്റ്റന്റിന്റെ ഒരുപാട് ഫയലുകളൊക്കെ ആയിട്ട് തിരക്കിട്ട് ഒരാളോട് ഒരു 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു MLA. ഇതാണ് നമ്മുടെ മുന്നിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളെ കാണുന്ന സമയത്ത് അത് ഷോ ആണെന്ന് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ചാണ്ടിയമ്മൻ വീടുകൾ ഓടിക്കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ വീടുകൾ ഓടിക്കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന പ്രചാരണത്തിന് മുൻപിൽ നിൽക്കുന്ന ചാണ്ടിയമ്മനെ നമ്മൾ കണ്ടപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊക്കെ എന്തൊരു ഷോയാണ് ചാണ്ടിയമ്മൻ കാണിക്കുന്നത്, ഇതൊക്കെ ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ട്രെൻഡിനെ ഉപയോഗിച്ചിരുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഓടി വീടുകൾ കയറി, ഒരു ദിവസം കൊണ്ട് എത്ര വീടുകൾ ഓടിക്കയറി എന്നുള്ള കണക്കെടുത്തുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ആക്കാൻ ചാണ്ടിയമ്മൻ അത് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന ഉത്സവപ്പറമ്പിൽ ഡാൻസ് കളിക്കുന്നതോ തുള്ളുന്നതോ ഒരു ജനപ്രതിനിധിക്ക് ആയിക്കൂടാ എന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഈ ബാഡ് കമന്റ് ഇടുന്ന ആളോട് ചോദിക്കാനുള്ളത്. MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും കൗൺസിലർമാരാണെങ്കിലും ഏതൊരു ജനപ്രതിനിധി ആയിക്കോട്ടെ, ഇനി വെറും പ്രവർത്തകരാണെങ്കിൽ പോലും അവരും മനുഷ്യരാണ്. അവർക്കും ഈ പറയുന്ന ആഘോഷങ്ങളിൽ സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ആഘോഷിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പാടില്ല ഒരു MLA. ഇപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടിപ്പിക്കൽ MLA ഇങ്ങനെ ആയിരിക്കണം എന്ന മനസ്സിൽ അങ്ങനെ വരച്ചു ചേർത്തിരിക്കുന്ന ആളുകൾക്കാണ് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ചാണ്ടിയമ്മൻ അവരുടെ പുതുപ്പള്ളിയിലെ അവരുടെ ഉത്സവങ്ങൾ, അതിപ്പോൾ പള്ളിയിലെ പെരുന്നാളായിക്കോട്ടെ അമ്പലത്തിലെ ഉത്സവമായിക്കോട്ടെ എന്തൊരു ആഘോഷമാണെങ്കിലും അതിന് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പുതുപ്പള്ളിക്കാർ പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിനോട് ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്കാണെങ്കിലും ഇപ്പോ ചാണ്ടിയമ്മന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിനിധി പുതുപ്പള്ളിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. അത് മാറ്റി നിർത്താണ്ടോ അല്ലെങ്കിൽ എന്റെ മണ്ഡലം അതല്ലാത്തത് കൊണ്ട് എനിക്കതിൽ സന്തോഷമോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് മോശം അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ മണ്ഡലത്തിലെ ഒരു MLA ഇത്തരത്തിൽ ആഘോഷ പരിപാടികളിൽ മുന്നിട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ അയാൾ സാധാരണ നമ്മൾ ഈ കനം പിടിച്ച് ജാടയിട്ട് നടക്കുന്ന ജനപ്രതിനിധികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിൽ നിന്ന് ആ ആഘോഷത്തിൽ പങ്കുകൊള്ളുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അയാളോടുള്ള എന്റെ വ്യക്തി രാഷ്ട്രീയം വേറെ ആണെങ്കിലും ആ ഒരു വ്യക്തിയോട് നമുക്കൊരു അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നും. ചില സിനിമകളിൽ പറയുന്നത് കേട്ടിട്ടില്ലേ, അതായത് കുറച്ച് വൈകി ചെന്നാലേ കുറച്ച് വില കിട്ടുള്ളൂ, ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു വില ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് ലേറ്റ് ആയി പോകണം. അത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ്. നമ്മള് മണിക്കൂറുകളോളം കാത്തിരുന്ന് ഉദ്ഘാടന വേളകളിലൊക്കെ ചില MLA-മാരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ തിരക്ക് മൂലം തന്നെയാണ്. മനഃപൂർവ്വം വൈകി എത്തുന്നതായിരിക്കില്ല, ചിലർ മനഃപൂർവ്വം വൈകി എത്തുന്നവരും ഉണ്ടായിരിക്കാം. കുറെ തിരക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വൈകി എത്തുന്ന ഒരു കൂട്ടം ആളുകൾ. കൂടുതലായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുന്നു സംസാരിക്കാൻ. അതിനകത്തിലൊന്നും സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാത്ത ജനപ്രതിനിധികളുള്ള നാടാണിത്. അതിനു മുൻപ് ഇലക്ഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സൈബറിടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള പല കമന്റുകളും സത്യമാണ്. ഇലക്ഷൻ സമയത്ത് ഷോ കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിറ്റിംഗ് MLA-മാർ എല്ലാവരെയും നമുക്ക് ആ ഷോ കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ ഈ MLA-മാർക്ക് സമയമുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ പ്രധാനമായതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഈ പ്രതിനിധികൾ എത്തുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ഒപ്പം നിർത്തുകയും ഒപ്പം ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയും നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ സംസാരിക്കാനും നിങ്ങളുടെ പരാതികൾ അപ്പോൾ കേൾക്കുകയും ചെയ്യും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി പുതുപ്പള്ളിയിലെ ഈ ഒരു MLA അവർക്ക് എപ്പോഴും ഇങ്ങനെയാണെന്ന് പുതുപ്പള്ളിക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിമാനം തന്നെയാണ്. കാരണം അവർ തെരഞ്ഞെടുത്തത് ശരിയാണെന്നുള്ളതിലെ
പൂർണ്ണമായിട്ടുള്ള ഒരു അഭിമാനമാണ് ആ കമന്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞോളൂ, ഞങ്ങളുടെ MLA ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇയാൾ ജനപ്രതിനിധി ആകുന്നതിന് മുൻപും അല്ലെങ്കിൽ ജനപ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല, ചാണ്ടി ഉമ്മൻ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഞങ്ങളുടെ ഉത്സവ പറമ്പുകളിലൊക്കെ അയാൾ വരാറുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാർത്ത പ്രാധാന്യമാവുന്നുണ്ടതിന്റെ അപ്പുറത്തേക്കും ഞങ്ങൾക്ക് അയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിങ്ങളെങ്ങനെ ഇപ്പൊ ഇലക്ഷൻ ഷോയാണെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും ശരി, പുതുപ്പള്ളിക്കാരെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ പോയി നിന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പുതുപ്പള്ളിയിൽ ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി നൽകും എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരിക്കും ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ഇത്രയൊക്കെ ജാടയിടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടി ഈ പറയുന്ന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പിക്കൽ ജനപ്രതിനിധി, ടിപ്പിക്കൽ MLA എന്ന് പറയുന്നത് മരണ വീടുകളിൽ പോവുക അല്ലെങ്കിൽ കല്യാണ വീടുകളിൽ ഒന്ന് മുഖം കാണിക്കുക, കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക, അച്ഛനോടും അമ്മയോടും വിശേഷം പറഞ്ഞ് ആശംസകൾ അറിയിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക. അപ്പോൾ അതൊക്കെയാണ് ജനങ്ങൾ കാണുന്ന MLA എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മരണാനന്തര ചടങ്ങുകളിലൊക്കെ തന്നെയും ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് അവരുടെ മനസ്സിൽ ഞാനിവിടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാഴ്ചയിലൂടെ തോന്നിപ്പിക്കുക. പിന്നീട് ഉണ്ടാകുമോ ഇല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ചില ധാരണകൾ ഇട്ടുകൊടുക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വേളയിലൊക്കെ ഒരു MLA ഇതുപോലെ ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതൊക്കെ അംഗീകരിക്കാൻ പോലും പറ്റാത്ത ആളുകളാണെന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. അവരുടെ പ്രസ്ഥാനങ്ങളിലെ MLA മാരെ അവർക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഈ വായിൽ കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാകാത്ത പ്രത്യയ ശാസ്ത്രങ്ങൾ ഇരുന്ന് വിവരിച്ച് സങ്കല്പം സിനിമ പോലെയുള്ള ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാവുന്ന സമയത്ത് പലപ്പോഴും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഇടത് സൈബർ ഇടങ്ങളിലെയും പല MLA മാരെ ഇങ്ങനെ കാണുന്നുണ്ട്. അവരും ഈ യുവജനങ്ങളോട് അടുത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ ഇതിനായിട്ട് ഒന്നും അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാരുണ്ട്. കുറെ കനമൊക്കെ ഇട്ട് കുറെ ജാടയൊക്കെ ഇട്ട് ജനങ്ങളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് പുച്ഛമാണ്. പക്ഷെ ഇലക്ഷൻ ആവുന്ന സമയത്ത് ഇത്രയും വിനയമുള്ള ആൾക്കാരെ നമുക്ക് എവിടെയും കാണാനും പറ്റില്ല. അങ്ങനെ ഒരു നിറം മാറുന്ന ചില യോന്തുകളും ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിലും ഭരണപക്ഷത്തിലാണെങ്കിലും ഈ ഘടകകക്ഷികളായിട്ടുള്ള ആ പാർട്ടികളിലാണെങ്കിലും BJPയിലാണെങ്കിലും ഉണ്ട്. BJPയിലെ പ്രധാന നൃത്ത രംഗങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട നൃത്തരംഗങ്ങളാണ് ട്രെൻഡിങ് ആവാറുള്ളത്. അവര് പൊതുവിടത്തിലേക്ക് ഇത്തരത്തിലുള്ള ഉത്സവപ്പറമ്പിലെയും പെരുന്നാളുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന BJP ഡാൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗോപാൽജിയുടെ ഡാൻസ് ആണ്, പിന്നെ സുരേഷ് ഗോപിയുടെ ഐക്കോണിക് ഡാൻസ് ആണ്. ഇതൊക്കെ ഇലക്ഷൻ പ്രചരണ വേളകളിൽ കാണാറുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇലക്ഷൻ ഷോകളായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആഹ്ലാദ പ്രകടനമാണത്. അല്ല, ഈ ബാഡ് കമന്റ് ഇടുന്ന ആളുകൾ ചിന്തിക്കുക, നിങ്ങളുടെയൊക്കെ MLA മാർ ചിലപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കാനോ മടിയുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള MLA മാരുള്ള നാട്ടിൽ, അങ്ങനെയുള്ള MLA മാരുള്ള സംസ്ഥാനത്ത് ഇതുപോലെയുള്ള MLA മാർ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ ജനങ്ങളോട് അത്രത്തോളം ഇടപഴകാൻ മനസ്സുള്ള, സ്നേഹമുള്ള അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം സ്ഥാനമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഭേദമന്യേ ഇടകലർന്ന് പെരുമാറാനോ സഹായിക്കാനോ സന്തോഷിക്കാനോ സാധിക്കുന്ന MLA മാരുണ്ടെങ്കിൽ അതാ നാടിന്റെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പറയുന്ന ബാഡ് കമന്റ് ഇടുന്നവർ അങ്ങനെയുള്ള സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചു കാണില്ല. തീർച്ചയായും പല മണ്ഡലങ്ങളിലും പക്ഷേ കൊടുക്കാൻ ആളില്ല എന്ന് വെച്ചാൽ ഇവര് നിന്നാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് പറയുന്ന മണ്ഡലങ്ങളുണ്ട്. അതിനകത്തിൽ അവരുടെ ഈ രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പലതും കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. പക്ഷെ ജനങ്ങളുമായിട്ട് ഇവർക്ക് എത്രത്തോളം ആ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് വളരെ പല മണ്ഡലങ്ങളും ആർക്കും അങ്ങനെ ഇല്ല. പല സ്ഥാനാർത്ഥികൾക്കും അത്തരം ഒരു കണക്ഷനും കൂടി വളരെ കുറവായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ തിരക്കുകളുടെ അപ്പുറത്തേക്കും നിങ്ങൾ ഈ മണ്ഡലത്തിലേക്കൊക്കെ ചെന്നാൽ മാത്രമേ ജനങ്ങൾക്ക് നിങ്ങളെ ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലാതെ വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പൊ എന്റെ മണ്ഡലത്തിലെ ഒരു MPയെ പറ്റി അല്ലെങ്കിൽ MLA പറ്റി ഞാൻ ന്യൂസിലും വാർത്തകളിലും മാത്രം കാണുകയാണ്. ഇങ്ങനെ ഒരാളെ ഞാൻ എന്റെ മണ്ഡലത്തിൽ ഞാൻ നേരിട്ട് കാണുന്നില്ല. അയാളെ ഞാൻ കാണുന്നത് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് എന്റെ അടുത്ത മണ്ഡലങ്ങളിൽ എന്റെ അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇയാൾ വരുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് എന്നോടിപ്പോ ഒരാള് പുറത്തുനിന്ന് എങ്ങനെയുണ്ട് MP MLA ചോദിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ജനങ്ങളോട് അത്ര കാണാൻ പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു MP ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു MLA ആണ്, അങ്ങ് ഓടി നടക്കുന്ന ആളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചാണ്ടി ഉമ്മനോട് നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അസൂയപ്പെട്ട് അവിടെ ഇരിക്കുക. അതെ, അയാളെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പുതുപ്പള്ളിക്കാർ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബാഡ് കാര്യം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം ചാണ്ടി ഉമ്മനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എതിരഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയാൻ പുതുപ്പള്ളിക്കാർ വരുന്നുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മനും അഭിമാനിക്കാൻ പറ്റും. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾ താൻ എന്താണോ കൊടുക്കുന്നത് അതിന് അല്ലെങ്കിൽ അവര് അത്രത്തോളം തന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ.
അതിനെ ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളുടെ MLA-മാരും MP-മാരും ഒക്കെ ഇത്രയധികം ജാടകളൊന്നും ഇടാതെ ഉത്സവപ്പറമ്പിലേക്ക് ഇറങ്ങും, ജനങ്ങളും കാണട്ടെ. നിങ്ങളും ഇങ്ങനെ സ്ട്രെസ് ഒക്കെ ആയിട്ട് എന്തിനാ ജീവിക്കുന്നത്? കുറച്ചുകൂടെ സ്ട്രെസ് റിലീഫ് ആയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഉത്സവപ്പറമ്പിലേക്കൊക്കെ പോയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. വളരെ സ്ട്രെസ് റിലീഫ് ആയിട്ട് ഒന്നും ആലോചിക്കാതെ നിന്ന് തുള്ളുന്ന ഒരു MLA.